ബോച്ചെ ടീ കാരണം ദിവസേന സർക്കാരിന് കോടികളുടെ നഷ്ടം ഉണ്ടാവണമെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബോച്ചെ ടീയുടെ നറുക്കെടുപ്പ് ഏർപ്പാട് പൂട്ടിക്കണമെന്നും പറഞ്ഞിട്ട് ലോട്ടറി വകുപ്പ് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ബോച്ചെ ടീ എന്നും പറഞ്ഞിട്ടൊരു ചായപ്പൊടി ഇറക്കിയിട്ടുണ്ടല്ലോ. ആ ചായപ്പൊടിയുടെ കൂടെ ഡെയിലി 10 ലക്ഷം രൂപ വരെ സമ്മാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു നറുക്കെടുപ്പ് കൂപ്പൺ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഡെയിലി നറുക്കെടുക്കുക. എന്നിട്ട് ഈ ചായപ്പൊടി വാങ്ങുന്ന ആളുകൾക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനം 100 രൂപ, 200 രൂപ, 300 രൂപ, 10 ലക്ഷം രൂപ വരെയുണ്ട്. സംഭവം ഇത് യഥാർത്ഥത്തിൽ ലോട്ടറിയുടെ പരിപാടി തന്നെ. നമ്മുടെ നാട്ടിൽ പ്രൈവറ്റായിട്ട് ആർക്കും ലോട്ടറി നടത്താനുള്ള അനുമതി ഇല്ലാത്തതുകൊണ്ട് ഇത് ലോട്ടറിയുടെ ബിസിനസ്സിനെ ബാധിക്കുന്നു. അതുകൊണ്ട് ഈ പരിപാടി എത്രയും പെട്ടെന്ന് നിർത്തണമെന്ന് പറഞ്ഞിട്ടാണ് ലോട്ടറി വകുപ്പ് കേസ് കൊടുത്തിരിക്കുന്നത്. ബോച്ചയാണല്ലോ ആൾ. ഒരു പരിപാടിക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഏതൊക്കെ രീതിയിൽ അതിൽ പ്രശ്നങ്ങൾ വരുമെന്നും എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നല്ല ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിട്ടായിരിക്കും പുള്ളിക്കാരൻ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് ലോട്ടറി അല്ല, അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് ചായപ്പൊടിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത് വെറും ഒരു കൂപ്പൺ മാത്രമാണ്. അതുകൊണ്ട് ഇതിന് നിയമപരമായിട്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല. ആർക്കും ഈ പരിപാടി നിർത്താനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബോച്ചയുടെ ടീമും കോടതിയെ അറിയിച്ചിട്ടുണ്ട്.